ആറ്റുകാൽ പൊങ്കാല ഇന്ന് അനന്തപുരിയിൽ പൊങ്കാല അർപ്പിക്കാൻ കാത്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ. രാവിലെ 10:30-ക്കാണ് അടുപ്പുവെട്ട്, 2:30-ക്ക് നിവേദ്യം സമർപ്പിക്കും. കനത്ത പോലീസ് കാവലിലാണ് പൊങ്കാല മഹോത്സവം. രാവിലെ 10-ന് പുണ്യാഹത്തിന് ശേഷമാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുക. പാട്ടുപുരയിൽ തോറ്റം പാട്ടുകാർ കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് പാടുന്നത്. രൗദ്രഭാവം പൂണ്ട ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നുവെന്നാണ് വിശ്വാസം. ആദ്യമായിട്ടാണ് വന്നത്, പൊങ്കാല ഇടാൻ വേണ്ടി തന്നെയായിട്ട് വന്നതാണ്. ഈ പൊങ്കാല ഇടുന്നതിന്റെ ഐതിഹ്യങ്ങളൊക്കെ അറിയോ? കുറച്ചൊക്കെ അറിയാം. നമ്മൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് 12 വിഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? അത് ആദ്യമേ ഉണ്ടാക്കുന്നത് പൊങ്കാല, ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള പൊങ്കാല. അത് ഇല മൂടി വെച്ച് വെക്കും. പിന്നെ അത് കഴിഞ്ഞ് കുമ്പിളിൽ ഇലയ്ക്കകത്ത് ഒരു വിഭവം ഉണ്ടാക്കും, പാൽപ്പായസം ഉണ്ടാക്കും. പിന്നെ അട കൊണ്ട് ഇലയട ഉണ്ടാക്കും. പിന്നെ പഴം പായസം, തെരളിയപ്പം, അങ്ങനെ ഒരു പിന്നെ ഉണ്ട പോലത്തെ ഒരു അപ്പ. അത് കണ്ണും മൂക്കൊക്കെ വെച്ചിട്ട് അത് തലയ്ക്ക് അസുഖങ്ങളുള്ളവർക്ക്, തലവേദനയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണത്. അത് വരണേല എന്ന് പറയും, എടനേല പറയും. ആ ഇലയാണ് ഇത്. ഇതാണ് ആ ഇല. ഇതുകൊണ്ട് ഈ ഇല കൊണ്ട് പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഇലയാണത്. ഇതാണ് ഇല. ഈ ഇലയാണ് ചുരുട്ടി എടുത്തിട്ട് ഇതിനകത്തേക്ക് മാവ് എല്ലാം കുഴച്ച് വെച്ചിട്ട് ചുരുട്ടിയിട്ട് അത് മാല പോലെ കോർത്തെടുക്കും. എന്നിട്ട് അടുപ്പ് വെച്ച് പുഴുങ്ങിയെടുക്കും. അതാണ് ഈ ഇലയുടെ ഗുണം. പാട്ട് തീരുമ്പോൾ തന്ത്രി ശ്രീകോവിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തിക്ക് നൽകും. മേൽശാന്തി ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാലയടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറും. അദ്ദേഹം വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിനു മുൻവശത്തെ പണ്ടാരയടുപ്പിലും തീ പകരും. പൊങ്കാലയുടെ വിളംബര സൂചകമായി ചെണ്ടമേളവും കതിനാവെടികളും മുഴങ്ങും. ഇതിനു പിന്നാലെ ക്ഷേത്ര പരിസരത്തും നഗരത്തിലുമുള്ള പൊങ്കാലക്കളങ്ങളിൽ അടുപ്പുകൾ തെളിയും. ഉച്ചയ്ക്ക് 2:30-ക്ക് ഉച്ചപൂജയ്ക്ക് ശേഷമാണ് നിവേദ്യ സമർപ്പണം. 4000 പോലീസ് സേനയുടെ സുരക്ഷാ വലയത്തിലാണ് പൊങ്കാല മഹോത്സവം നടക്കുക. കനത്ത ഗതാഗത നിയന്ത്രണവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.